ഓക്കെ, DBMS ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, കോൺസെപ്റ്റ് ആണ് കീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. കീസ് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. കീസിൽ നിന്ന് ഒരുപാട് ചോദിക്കാറുണ്ട്. പ്രൈമറി കീ, അതുപോലെ കാൻഡിഡേറ്റ് കീ, ഫോറിൻ കീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കീസ് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതില് അപ്പൊ കീയുടെ ഇൻട്രൊഡക്ഷൻ, എന്താണ് കീ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നമുക്ക് ഈ SQLന്റെ അല്ലെങ്കിൽ DBMSന്റെ അല്ലെങ്കിൽ RDBMS റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ഏറ്റവും ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കീസാണ്. കീസിലൂടെ നമുക്കൊരു ടേബിളിന്റെ സ്ട്രക്ചർ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കീസിലെ അതിന്റെ ഫസ്റ്റ് കീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫണ്ടമെന്റൽ കോമ്പണന്റ് ഓഫ് എൻഷുർ ഡാറ്റ ഇന്റഗ്രിറ്റി. ഡാറ്റ ഇന്റഗ്രിറ്റിയുടെ ഒരു ഫണ്ടമെന്റൽ കോമ്പണന്റ് ആണ് കീ എന്ന് നമ്മൾ പറയാം. ഡാറ്റ ഇന്റഗ്രിറ്റി, അതുപോലെ എഫിഷ്യന്റ് ടു ആക്സസ്, അൺയൂണീക്നെസ് ആൻഡ് എഫിഷ്യന്റ് ടു ആക്സസ് അല്ലെ. അതായത് യുണീക്ലി ഐഡന്റിഫൈ എ റോ. ഈ പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ, ഫോറിൻ കീ എന്നൊക്കെ നമ്മൾ പറയുന്നത് യുണീക്ലി ഐഡന്റിഫൈ റോ ആണ് നമ്മൾ കീ എന്ന് പറയാം. അപ്പൊ ഇതില് ഒരു റിലേഷൻ, ഒരു ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീസ് ഉണ്ട്. എല്ലാം ഒരു കോമ്പിനേഷൻ ഓഫ് കീ ചേർന്നാണ് നമ്മൾ റിലേഷൻ എന്ന് പറയാം. ഇവിടെ നിങ്ങൾ അതിന്റെ ഡെഫിനേഷൻസ് ഒന്ന് നോക്കുക. കീയില് ഓർക്കേണ്ടത് ഒരുപാട് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കുക. അപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്, ആ വേർഡ് എല്ലാം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നോക്കി വെച്ചേക്കാം. അപ്പൊ കീസ് ആർ ഫണ്ടമെന്റൽ കോമ്പണന്റ്സ് ദാറ്റ് എൻഷുർ ഡാറ്റ ഇന്റഗ്രിറ്റി ആൻഡ് യുണീക്നെസ് ആൻഡ് എഫിഷ്യന്റ് ആക്സസ്, വൈഡ്ലി യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ ടൂപ്പിൾസ്. ഈ ടൂപ്പിൾ എന്ന് പറഞ്ഞ വേർഡും കറക്റ്റ് ഓർത്തേക്കുന്ന റോ ആണ് കേട്ടോ. എ റോ ഇൻ എ റിലേഷൻ ഈസ് നോൺ ആസ് ടൂപ്പിൾസ് എന്നാ. എ റോ ഇൻ എ റിലേഷൻ ഈസ് നോൺ ആസ് ടൂപ്പിൾസ്. അത് ഓർത്ത് വെച്ചേക്കുക, ചോദിച്ചിട്ടുണ്ട്. എ റോ ഇൻ എ റിലേഷൻ ഈസ് നോൺ ആസ് ടൂപ്പിൾസ് ഡിക്ലി in the table. Then we also use a key to set up relations amongst various columns and tables of a relational databases. അതായത് കീ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോളം അതുപോലെ റോ എല്ലാം ക്രിയേറ്റ് ചെയ്യുക. ഒരു ടേബിളിനകത്ത്, ഒരു റിലേഷനകത്ത് കീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോളംസ് അല്ലെങ്കിൽ ടേബിൾസ് ഒക്കെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ യുണീക്നെസ് എന്ന് പറയുമ്പോൾ കീ ഡിഫറെന്റ് ആണ്, യുണീക്ക് ആയി. ഇപ്പൊ പ്രൈമറി കീ നമുക്കറിയാം. പ്രൈമറി കീ എന്ന് പറയുന്നത് യുണീക്ലി ഐഡന്റിഫിക്കേഷൻ ഓഫ് എ റോ പ്രൈമറി കീ. പ്രൈമറി കീ നമുക്കറിയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റുഡന്റ് എന്നൊരു ടേബിൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ID എന്ന് പറയുന്നത് പ്രൈമറി കീ, കാരണം അത് റിപ്പീറ്റേഷൻ ഇല്ല. അതുപോലെ ആധാർ നമ്പർ, ആധാർ ID, അതുപോലെ മൊബൈൽ നമ്പർ, ഇതൊക്കെ റിപ്പീറ്റേഷൻ ഇല്ല. അപ്പൊ അതെല്ലാം എന്താ, പ്രൈമറി കീയിൽ വരും. ഇനി പ്രൈമറി കീ 2 or more ഉണ്ടെങ്കിൽ അത് കാൻഡിഡേറ്റ് കീയിൽ വരും. അപ്പൊ ഒരെണ്ണം അതിനെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ടേബിളിന്റെ കൊറിയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ക്രിയേറ്റ് ടേബിൾ നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് തന്നെ ഇപ്പോ സ്റ്റുഡന്റ് ID ഇന്റിജർ പ്രൈമറി കീ. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിനെ സെറ്റ് ചെയ്ത് വെക്കും, പ്രൈമറി കീ ആണെന്ന് സെറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ യുണീക്നെസ് എന്ന് പറഞ്ഞാൽ കീ എൻഷുർ ദാറ്റ് ഈച്ച് റെക്കോർഡ് ഇൻ എ ടേബിൾ യുണീക്ക് ക്യാൻ ബി ഐഡന്റിഫൈഡ് ഡിസ്റ്റിങ്ക്ട്ലി. ഇനി ഇന്റഗ്രിറ്റി എന്താ? ഇന്റഗ്രിറ്റി ഈസ് പ്രിവെന്റ് ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ. അതാണ് ഇന്റഗ്രിറ്റി. ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ പാടില്ല. ദാറ്റ് ഈസ് ഇന്റഗ്രിറ്റി. ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ, പ്രിവെന്റ് ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ. കീയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, കീ ക്യാരക്ടറിസ് അല്ലാത്തത് ഏത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കറക്റ്റ് ഓർക്കുക, കീ ടു പ്രിവെന്റ് ദ ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ. ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ വേറൊരു പേരുണ്ട്, റിഡൻഡൻസി എന്നൊരു പേരുണ്ട്. DBMS വേർഡാണ് കേട്ടോ, റിഡൻഡൻസി എന്ന് പറയാം. റിഡൻഡൻസി എന്ന് പറയുന്നത് DBMSന്റെ വേർഡാണ് കേട്ടോ. ദെൻ ആൻഡ് മെയിൻറ്റെയിൻ ദ കൺസിസ്റ്റൻസി ഓഫ് ദി ഡാറ്റ. കൺസിസ്റ്റൻസി, സ്ഥിരത അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. ടു പ്രിവെന്റ് ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് ടു മെയിൻറ്റെയിൻ ദ കൺസിസ്റ്റൻസി ഓഫ് ദി ഡാറ്റ. ഇനി എഫിഷ്യന്റ് ഡാറ്റ റിട്രീവൽ. നമുക്കറിയാം കൊറി നമ്മൾ അല്ലെങ്കിൽ SQL എന്ന് പറയുന്നത് തന്നെ അല്ലെങ്കിൽ DBMS തന്നെ ക്രിയേറ്റ് റിട്രീവൽ ഓഫ് ഡാറ്റ. ക്രിയേറ്റ് ആൻഡ് റിട്രീവൽ ഓഫ് ഡാറ്റയാണ് നമ്മൾ എന്താ പറയുന്നത്, SQLനകത്ത് നമ്മൾ എന്ത് പറയും, ഈ DBMS എന്ന കോൺസെപ്റ്റ് പറയുന്നതാ, ക്രിയേറ്റ് ആൻഡ് റിട്രീവൽ ഓഫ് ഡാറ്റ. അപ്പൊ ഇവിടെ എഫിഷ്യന്റ് ആൻഡ് ഡാറ്റ റിട്രീവൽ ബൈ ഡിഫൈനിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേബിൾസ്. രണ്ട് ടേബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്സ്, അതിന്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കീസ്, ദ ഫാസ്റ്റർ query ആൻഡ് ഓർഗനൈസേഷൻ, ഡാറ്റയുടെ ഓർഗനൈസേഷൻ. ഇനി
വിത്തൗട്ട് കീസ് ഇറ്റ് വുഡ് ബി എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു മാനേജ് ദ ലാർജ് ഡാറ്റ സെറ്റ്. അവിടെ കീ ഇല്ല എങ്കിൽ നമുക്ക് ഒരു ഡാറ്റാ ബേസിനെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു ഡാറ്റ സെറ്റ് മാനേജ്. കാരണം അത് ഇപ്പൊ സ്റ്റുഡന്റ് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റുഡന്റ് ഐ ഡി ഉണ്ട്, സ്റ്റുഡന്റ് ഏജ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, സ്റ്റുഡന്റ് ഫോൺ നമ്പർ ഉണ്ട്. ഇതിനെ നമ്മൾ കീ ആയിട്ട് യുണീക്ക് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കീ ആയിട്ട് സെറ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റുഡന്റ് ഐ ഡി പ്രൈമറി കീ, ദെൻ അതിനകത്ത് സ്റ്റുഡന്റിന്റെ ആധാർ വരികയാണെങ്കിൽ അപ്പൊ ആധാറിനെ നമ്മൾ എന്താ പറയുക കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പൊ അതായത് വേറൊരു പ്രൈമറി കീ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു കറക്റ്റ് ഓർഡർ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡാറ്റ റിട്രീവ് ചെയ്യാൻ പറ്റും. ഈസി ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈസി ആയിട്ട് ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കാം. മാനേജ് ഡാറ്റ സെറ്റ്സ് ആൻഡ് ബിക്കം ഇൻഎഫിഷ്യന്റ് ആൻഡ് പ്രോൺ ടു എറേഴ്സ്. അപ്പൊ കീയുടെ ക്യാരക്ടറൈസിസ്, അപ്പൊ എന്തിനാണ് നമ്മൾ കീ യൂസ് ചെയ്യുന്നതൊക്കെ ഓർക്കുക. ഓക്കെ, ഇനി ഈ ഒരു ടേബിൾ നോക്കിയേ. ഈ ഒരു ഡയഗ്രാമിനകത്ത് നമുക്കറിയാം ഇതൊരു എംപ്ലോയിയുടെ ടേബിളാണ്. എംപ്ലോയി ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്. എംപ്ലോയി ഡീറ്റെയിൽസിനകത്ത് കോളം കൊടുത്തിട്ടുണ്ട്. എംപ്ലോയി ഐ ഡി ഉണ്ട്, എംപ്ലോയി നെയിം ഉണ്ട്, എംപ്ലോയി ലൈസൻസ് ഉണ്ട്, എംപ്ലോയി പാസ്പോർട്ട് ഉണ്ട്, DID ഉണ്ട്. ഇനി DID, ദെൻ ഡെസിഗ്നേഷൻസ്. ഇതിൽ ഈ DID എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ആ ഒരു എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ ID എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഡെസിഗ്നേഷൻ ആയിട്ടുള്ള ID എന്ന് നമുക്ക് പറയാം. അപ്പോ ഇതിനകത്ത് നോക്കി രണ്ട് ടേബിൾ ഉണ്ട്. ഒന്ന് ടേബിൾ 1, സെക്കൻഡ് ടേബിൾ 2 ആ, സെക്കൻഡ് ടേബിൾ 2 ആ. അപ്പൊ ഇവിടെ എല്ലാ കീസ് ഇതിനകത്തുണ്ട് കേട്ടോ, എല്ലാ കീസും ഇതിനകത്തുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഈ നമ്മൾ റെക്ടാങ്കിൾ ഒക്കെ വരയ്ക്ക് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും അല്ലെ. ഇതിനകത്ത് നിൽക്കുന്ന ഇതെന്താണ്, സൂപ്പർ കീയ. ഇതിനകത്ത് നിൽക്കുന്ന ഒരു കീ എന്താണ്, കാൻഡിഡേറ്റ് കീയ. അതിനകത്ത് നിൽക്കുന്ന ഒരെണ്ണമാണ് പ്രൈമറി കീ എന്ന് നമ്മൾ പറയാറ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതായത് ഇത് താഴെ നോക്കി, പ്രൈമറി കീയും കാൻഡിഡേറ്റ് കീയും ആൾട്ടർനേറ്റ് കീയും ചേർന്നതാണ് സൂപ്പർ കീ. സൂപ്പർ കീ അത് ഓർത്ത് വെച്ചേക്കുക. നമ്മളൊരു റെക്ടാങ്കിൾ ഇടണ്ടോ, ഇതുണ്ടോ, ഈ ഒരു ബോക്സ്, ഈ ഒരു സർക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് കോമൺ ആയിട്ട് നിൽക്കുന്നത്, അതായത് ഇതിനകത്ത് വരുന്ന ഇത് പ്രൈമറി കീയാ. ഈ ഒരു ഡോട്ട് പ്രൈമറി കീ. അപ്പൊ ഇതിനകത്ത് ചിലപ്പോൾ 2 or more പ്രൈമറി കീ ഉണ്ടെങ്കിൽ അതെന്താണ്, കാൻഡിഡേറ്റ്. അപ്പൊ ഇത് സൂപ്പർ കീ. സൂപ്പർ കീ ഏതാ, ഈ റൗണ്ട് സൂപ്പർ കീ. അപ്പൊ ഇതിനകത്ത് പ്രൈമറി കീയും കാൻഡിഡേറ്റ് കീയും ആൾട്ടർനേറ്റ് കീയും ചേർന്നാണ് സൂപ്പർ കീ. ഓക്കെ, ഇനി ഇതിനകത്ത് നോക്കി ഫസ്റ്റ് ടേബിൾ 1 എടുക്കുമ്പോൾ ഇതിനകത്ത് യുണീക്ലി ഐഡന്റിഫൈ ആയിട്ടുള്ള ഒരു കോളം അതിനകത്തുണ്ട്. ഏതാണ് യുണീക്ലി ഐഡന്റിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു കോളം, എംപ്ലോയി ഐഡിയ. വേറെ ഉണ്ട് എംപ്ലോയി ID. ഇതിനകത്ത് യുണീക്ക് ആയിട്ടുള്ള ആരൊക്കെ ഇതിനകത്ത് നോക്കാം, എംപ്ലോയി ID, എംപ്ലോയി ലൈസൻസ്, എംപ്ലോയി പാസ്പോർട്ട് കേട്ടോ, അല്ലെങ്കിൽ DID വെക്കാം, ഡെസിഗ്നേഷൻ ID. ഈ 4 എണ്ണം അല്ലെ. എംപ്ലോയി ID നമുക്ക് വേണമെങ്കിൽ 3 എണ്ണം കൊടുക്കാം. എംപ്ലോയി ID, ലൈസൻസ്, എംപ്ലോയി പാസ്പോർട്ട്. ഇത് ഡിഫറെന്റ് ആയിരിക്കും. ആണോ, റിപ്പീറ്റേഷൻ പാടില്ല, ഇന്റഗ്രിറ്റി, നോ ഡ്യൂപ്ലിക്കേഷൻ അല്ലെ. അപ്പൊ ഇങ്ങനെ വരുന്നതില് ഫസ്റ്റ് ഒരെണ്ണത്തിന് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നു, പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് താഴെ ഉണ്ട് കണ്ടോ. അപ്പോൾ എംപ്ലോയി ID എന്ന് പറയുന്ന പ്രൈമറി കീ, യുണീക്ലി ഐഡന്റിഫൈ റോ. യുണീക്ക് ആയിരിക്കും, കാരണം ഡിഫറെന്റ് ആയിരിക്കണം കണ്ടോ. ഓരോ റോയിലും ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തു. പ്രൈമറി കീ ആയിട്ട് എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ നോക്കി, ഇതിനകത്ത് യുണീക്ക് ആയിട്ടുള്ള ഇനിയും 2 എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. അത് ടോട്ടൽ 3 എണ്ണം ഉണ്ട്, എംപ്ലോയി ID, എംപ്ലോയി ലൈസൻസ് ആൻഡ് എംപ്ലോയി പാസ്പോർട്ട്. അപ്പൊ രണ്ടാമത്തെ നോക്കി, എംപ്ലോയി ലൈസൻസ് ആൻഡ് എംപ്ലോയി പാസ്പോർട്ട്. എംപ്ലോയി ലൈസൻസ് ആൻഡ് എംപ്ലോയി പാസ്പോർട്ട്. അപ്പൊ ഇത് രണ്ടിനെയും നമ്മൾ എന്തായിട്ട് സെറ്റ് ചെയ്യും, കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യും. അതായത് 2 or more, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കും. ഞാൻ ഈ ടേബിൾ വെച്ച് ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. അപ്പൊ ഇവിടെ വെച്ചൊരു ഐഡിയ ക്യാപ്ചർ ചെയ്തെടുക്കുക. പ്രൈമറി കീ എന്ന് പറയുന്നത് ഒരു ടേബിളിലെ യുണീക്ക് ആയിട്ട് നിൽക്കുന്നത് ആരാണോ, യുണീക്ക് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. യുണീക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോ എംപ്ലോയി ID ഓരോ എംപ്ലോയിക്കും ഡിഫറെന്റ് ഐഡിയ കൊടുക്കാവോ, അവിടെ റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. അപ്പൊ അതാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ലൈസൻസും പാസ്പോർട്ട് എടുക്കുകയാണെങ്കിലും അതും അങ്ങനെയാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ടേബിൾ എടുത്തു കഴിഞ്ഞാല് എംപ്ലോയി ലൈസൻസും എംപ്ലോയി പാസ്പോർട്ട് നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യാം അല്ലെ. കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യാം. കാരണം കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ 2 or more പ്രൈമറി കീസ് നോൺ ആസ് കാൻഡിഡേറ്റ് കീ എന്നാണ് ഡെഫിനിഷൻ. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. ഇനി ഈ അൾട്ടർനേറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സപ്പോസ് അത് നമുക്ക് ചേഞ്ച് ആവാം. സപ്പോസ് എംപ്ലോയി ലൈസൻസ് വേണമെങ്കിൽ റിന്യൂ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ആവാം.
ചേഞ്ച് ആവാം. പാസ്പോർട്ടും നമുക്ക് വേണമെങ്കിൽ ആ ഐ ഡി കീ നമുക്ക് ചേഞ്ച് ആവാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ചേഞ്ച് ആവാം. അപ്പൊ അങ്ങനെ വരുന്നത് അൾട്ടർനേറ്റ് കീയിലാണ് വരിക, അൾട്ടർനേറ്റ് കീ. ഇനി ഒരു കാര്യം ഓർക്കേണ്ടത്, സൂപ്പർ കീ എന്ന് പറയുന്നത് പ്രൈമറി കീയും കാൻഡിഡേറ്റ് കീയും അൾട്ടർനേറ്റിംഗ് കീയും കൂടെ ജോയിനിങ് ചെയ്യുന്നതാണ് സൂപ്പർ കീ. അപ്പൊ ഇത് മൂന്നുമാണ് സൂപ്പർ കീ ആയിട്ട് നമ്മൾ പറയാം, സൂപ്പർ കീ ആയിട്ട് പറയാം. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കീ ഇവിടെ കിടപ്പുണ്ട്, ഫോറിൻ കീ. കേട്ടോ, ഫോറിൻ കീ ഉണ്ട്, ഫോറിൻ കീ. ഈ ഫോറിൻ കീ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടേബിളുകൾ, ഇപ്പൊ ഒരു സ്കൂൾ ഒരു കോളേജ് എടുത്തു കഴിഞ്ഞാൽ സ്കൂൾ എടുക്കുമ്പോഴത്തേക്ക് സ്കൂളില് ഇപ്പോ ക്ലാസ് ടീച്ചറിന്റെ കയ്യിൽ ഒരു ഡാറ്റാസ് ഉണ്ടാവും, ആ ഒരു ക്ലാസിന്റെ ഡാറ്റാസ് ഉണ്ടാവും അല്ലെ, സ്റ്റുഡന്റ് ഐ ഡി, സ്റ്റുഡന്റ് നെയിം, സ്റ്റുഡന്റ് ഏജ്, അഡ്രസ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇനി പ്രിൻസിപ്പൾ എടുത്തു കഴിഞ്ഞാൽ പ്രിൻസിപ്പളിന്റെ അല്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ ഒരു ഓഫീസിൽ അവിടെ എന്തുണ്ടാവും, ഈ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. അപ്പൊ ഇവിടെ വരുന്ന അതേ കോളം, അതേ ഫീൽഡ് ആ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എന്തുണ്ട്, പ്രിൻസിപ്പളിന്റെ ഓഫീസ് അല്ലെങ്കിൽ ഓഫീസിലെ അക്കാഡമിക്കിലോ അല്ലെങ്കിൽ അക്കൗണ്ട് സെക്ഷനിലോ എന്തിട്ടുണ്ടാവും, അവിടെയും ഈ കോളം അവിടെയും ഉണ്ടാവും. അല്ല, ഇങ്ങനെ വരുന്ന സെയിം കോളം ഉണ്ട്. ഇവിടെ നോക്കിയ എക്സാമ്പിൾ നോക്കിയ DID, അതായത് എംപ്ലോയി അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ ID എന്ന് നമുക്ക് പറയാം. ഡെസിഗ്നേഷൻ ID ഫസ്റ്റ് ടേബിളിനകത്തുണ്ട്, ടേബിൾ 2-നകത്തും ആ ID ഉണ്ട്. കണ്ടോ, ഇത് ഡെസിഗ്നേഷൻ ടേബിൾ ആണ്. ഇതിനകത്ത് BPO, അക്കൗണ്ട്, IT എന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ എംപ്ലോയി ടേബിളിനകത്തും ഡെസിഗ്നേഷൻ ID ഉണ്ട്, ഡെസിഗ്നേഷനകത്തും ഇതുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന ഫീൽഡ്, ആ കോളം, ഇതിനെയാണ്, ആ ഒരു കോളം, ആ ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ എന്താ പറയുന്നത്, ഫോറിൻ കീ എന്ന് പറയാം. കേട്ടോ, അതാണ് നമ്മുടെ ഫോറിൻ കീ. ഓക്കെ, ഫോറിൻ കീ എന്ന് പറയുന്നത് അതാ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, 1 by 1 ആയിട്ട് പഠിക്കാം. ഓക്കെ, then നെക്സ്റ്റ് സൂപ്പർ കീ. ഇപ്പൊ സൂപ്പർ കീ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് 1 or more attributes. അതായത് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ കോളം, ഇത് കറക്റ്റാ പഠിച്ചു പോണേ, ടെക്നിക്കൽ വേർഡ് ആണ് ഇതെല്ലാം. ആട്രിബ്യൂട്ട്സ് നമ്മൾ ഇതിനു മുമ്പ് ഒരെണ്ണം പഠിച്ചു, ടൂപ്പിൾസ്. ടൂപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു, റോ എന്ന് പഠിച്ചു. ടൂപ്പിൾ എന്ന് പറയുന്ന റോ എന്ന് നമ്മൾ ഇപ്പൊ പഠിച്ചു. അപ്പൊ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന കോളമാണ്, കോളം. അതായത് നമ്മൾ ഈ ഒരു ടേബിൾ എടുത്തു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ റോയെ നമ്മൾ എന്താ പറയും, ടൂപ്പിൾ എന്ന. ഇത് ടൂപ്പിൾ 1, ഇത് ടൂപ്പിൾ 2, ഇത് ടൂപ്പിൾ 3. ഇതാണ് എ റോ ഇൻ എ റിലേഷൻ ഈസ്. ഓക്കെ, ദെൻ ഇത് ഈ ഓരോ ആട്രിബ്യൂട്ട്സും ഒരു കോളം, ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ കോളം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ദെൻ ഇതിനകത്ത് ഈ സൂപ്പർ കീ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു, എന്താണ്, ഒരു ഡോട്ട്, ഇതൊരു എന്തായിരിക്കും, പ്രൈമറി കീ ആയിരിക്കും. ഒരു ടേബിളിൽ ഒരാളെ പ്രൈമറി കീ ആയിട്ടുള്ളാവും. ഇനി ഇതിനകത്ത് ചിലപ്പോൾ ഒരു 2 or more പ്രൈമറി കീ ഉണ്ടായിരിക്കും, അതെന്താണ്, കാൻഡിഡേറ്റ് കീ ആയിരിക്കും. ഇത് രണ്ടും ചേർന്നതാണ് എന്താ നമ്മൾ പറഞ്ഞു, സൂപ്പർ കീ എന്ന് പറഞ്ഞു, ആണല്ലോ സൂപ്പർ കീ. അപ്പൊ ഇവിടെ ഇനി വായിച്ചേ, സ്റ്റുഡന്റ് നമ്പർ എന്ന പ്രൈമറി കീ വെച്ചിട്ട് സ്റ്റുഡന്റ് നമ്പറിനോട് നമ്മൾ സ്റ്റുഡന്റ് നെയിമും കണക്ട് ചെയ്താൽ ദാറ്റ് ഈസ് സൂപ്പർ കീ. ഇത് നന്നായി പഠിച്ചു വെച്ചേക്കാം, നല്ല രീതിയിൽ പഠിക്കുക. ഇത് ക്വസ്റ്റ്യൻ എക്സാമിന് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല്, എ റിലേഷൻ A, B, C, D. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാ. ഇതിനകത്ത് ഒരു കാര്യം പറയും, എയും ബിയും കൂടെ ചേർന്ന് എന്തുണ്ട്, ഒരു കീ ഫോം ചെയ്തു, അല്ലെങ്കിൽ പ്രൈമറി കീ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീ ഫോം ചെയ്തു. അപ്പൊ ബാക്കിയുള്ള ഇതിൽ ഏതായിരിക്കും സൂപ്പർ കീ, ഏതായിരിക്കും അൾട്ടർനേറ്റ് കീ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. കാരണം കമ്പ്യൂട്ടർ പ്രോഗ്രാമറൊക്കെ ടെക്നിക്കൽ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യനെ ചോദിക്കാറുള്ളൂ കേട്ടോ, കുറച്ചുകൂടി ഡീപ്പായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ സൂപ്പർ കീയില് ഒരു കാര്യം ഓർക്കേണ്ടത്, 2 or more ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പൊ ഈ ഒരു ഡയഗ്രാം കറക്റ്റ് മൈൻഡിൽ വെച്ചേക്കണം. പ്രൈമറി കീയും കാൻഡിഡേറ്റ് കീയും ചേർന്നതാണ് സൂപ്പർ കീ, ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കിയേ, ഡെഫിനിഷൻ നോക്കിയേ, ഇറ്റ് മേ ഇൻക്ലൂഡ് എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ് ആർ നോട്ട് ഇമ്പോർട്ടന്റ് യുണീക്നെസ് ബട്ട് സ്റ്റിൽ യുണീക്ലി ഐഡന്റിഫൈ ദ റോ. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സ്റ്റുഡന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ PK ആണ്. PK എന്ന് പറയുന്നത് പ്രൈമറി കീ ആണ്, ആണല്ലോ. ആ പ്രൈമറി കീയും വേറൊരു കോളവും കൂടി കണക്ട് ചെയ്താൽ ഇത് രണ്ടും കൂടെ ചേർന്നാണ് സൂപ്പർ കീ. അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ടേബിൾ എടുക്കുമ്പോൾ ഈ കോളം വെച്ചിട്ട് പ്രൈമറി കീ ബേസ് ചെയ്തിട്ട് ആ കോളത്തിലെ വേറൊരു ആട്രിബ്യൂട്ട്സും കൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് സൂപ്പർ കീ എന്ന് പറയാം, സൂപ്പർ കീ. ഇനി അടുത്ത പോയിന്റ് നോക്കി, എ സൂപ്പർ കീ ഇസ് എ ഗ്രൂപ്പ് ഓഫ് സിംഗിൾ മൾട്ടിപ്പിൾ കീസ് ദാറ്റ് യുണീക്ലി ഐഡന്റിഫൈ ദ റോ ഇൻ എ ടേബിൾ. യുണീക്ലി ഐഡന്റിഫൈ എ റോ ഇൻ എ ടേബിൾ. എല്ലാ കീസും യുണീക്ലി ഐഡന്റിഫൈ ഇൻ എ റോ ആണ്.
പ്രൈമറി കീ മാത്രമല്ല എല്ലാ കീസും യുണീക്ലി ഐഡന്റിഫൈ ചെയ്ത റോ ആണ്. അപ്പൊ ഓരോന്നും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇനി ഇതിനകത്ത് ഇറ്റ് സപ്പോർട്ട് നൾ വാല്യൂ ഇൻ റോസ്. ഇത് ഓർത്ത് വെച്ചേക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഈ സൂപ്പർ കീ ഓരോ കീ അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സെന്റൻസ് ഏത്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി അങ്ങോട്ട് കീ പഠിക്കുമ്പോൾ അതിനകത്ത് ഡസ് നോട്ട് സപ്പോർട്ട് ദ വാല്യൂസ് ഇൻ റോ ആണ്. പക്ഷെ സൂപ്പർ കീ സപ്പോർട്ട് നൾ വാല്യൂ ഇൻ റോ. ഇനി എന്താണ് ഈ നൾ വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു ടേബിൾ ആണെന്നിരിക്കട്ടെ, ഇതൊരു ടേബിളാ. ഇതിനകത്ത് ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ നള്ള, ഇവിടെ ഒരു വാല്യൂ ഉണ്ട് സി എന്നിരിക്കട്ടെ. ദെൻ ഇവിടെ നള്ള്, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന നൾ വാല്യൂ എം ടി ആയിട്ടുള്ളത് സപ്പോർട്ട് ചെയ്യുമെന്നാണ് സൂപ്പർ കീയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് സപ്പോർട്ട് നൾ വാല്യൂ ഇൻ റോസ്. നൾ വാല്യൂ ഇൻ റോസ് എം ടി ആയിട്ട് നമുക്ക് അതിനകത്ത് ഇടാം. ഇനി അടുത്ത പോയിന്റ് ആയി, ഓരോ പോയിന്റും നല്ല രീതിയിൽ നോക്കാം. എ സൂപ്പർ കീ ക്യാൻ കണ്ടെയ്ൻ എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ്. എ സൂപ്പർ കീ ക്യാൻ കണ്ടെയ്ൻ എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ് ആർ നോട്ട് നെസസറി ഫോർ യുണീക്നെസ്. ഇനി ആ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടോ? മോള് പറഞ്ഞ തന്നെയാണ്. സ്റ്റുഡന്റ് നമ്പർ പ്രൈമറി കീ ആണ്. അപ്പൊ ഈ കോളം ക്യാൻ യുണീക്ലി സ്റ്റുഡന്റ് ആണല്ലോ. ഇത് യുണീക്ലി ഐഡന്റിഫൈ സ്റ്റുഡന്റാ. സ്റ്റുഡന്റ് നമ്പർ എന്ന് പറയുന്നത് ആ കോളം യുണീക്ലി ഐഡന്റിഫൈ സ്റ്റുഡന്റ് ആണ്, കാരണം ഇറ്റ്സ് എ പ്രൈമറി കീ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനോടൊപ്പം നമ്മൾ സ്റ്റുഡന്റിന്റെ അല്ലെങ്കിൽ എസ് നെയിം എന്നൊരു കോളം കൂടെ കണക്ട് ചെയ്തു. അപ്പൊ ഇത് കണക്ട് ചെയ്തിട്ട് വിൽ ബി ദ ഫോം ഓഫ് വാലിഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ കീ ആയിട്ട് മാറും. അതായത് ഒരു പ്രൈമറി കീയെ നമ്മൾ അതിനകത്തുള്ള വേറൊരു കോളമായിട്ട് ആട്രിബ്യൂട്ടുമായിട്ട് കോളം ആട്രിബ്യൂട്ട് റോ ടൂപ്പിൾസ്, അങ്ങനെ ആ വേർഡൊക്കെ പഠിച്ചോണ്ടേ കോളം ആട്രിബ്യൂട്ട്സ് റോ ടൂപ്പിൾസ് ദെൻ എസ് നെയിം ടു ഇറ്റ് വിൽ ബി ഫോം എ വാലിഡ് സൂപ്പർ കീസ് ത്രൂ ഇറ്റ്സ് അൺനെസസറി. അപ്പൊ ഇത് കറക്റ്റ് ഓർത്തേക്കുക. ക്ലിയർ ആയില്ലേ? സൂപ്പർ കീ ക്ലിയർ ആയില്ലേ? ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം, ഒരു ടേബിൾ വെച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ടേബിൾ നോക്കി, ഇതാണ് സ്റ്റുഡന്റ് ടേബിൾ. ഇതൊരു സ്റ്റുഡന്റ് ടേബിൾ ആണ്. ഇതിനകത്ത് ആട്രിബ്യൂട്ട്സ് അങ്ങനെ തന്നെ പഠിച്ചു പോകണം. ആട്രിബ്യൂട്ട്സ് അതായത് കോളം ഉണ്ട്, സ്റ്റുഡന്റ് നമ്പർ, എസ് നെയിം, സ്റ്റുഡന്റ് നെയിം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, കോളം നെയിം, അഡ്രസ്, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് പി കെ, ഈ സ്റ്റുഡന്റ് നമ്പർ പി കെ ആണ്, അറിയാലോ, പ്രൈമറി കീ. പ്രൈമറി കീ ഈ സൂപ്പർ കീ കുഡ് ബി എ കോമ്പിനേഷൻ ഓഫ് സ്റ്റുഡന്റ് നമ്പറും ഫോൺ നമ്പർ. കണ്ടോ? അതായത് ഇത് രണ്ടും നോക്കിയ യുണീക്ലി ഐഡന്റിഫൈ സ്റ്റുഡന്റ് ആണ്. കണ്ടോ? അതായത് ഈ ഒരു ടേബിൾ എടുക്കുമ്പോ സ്റ്റുഡന്റ് നമ്പറും എന്താണ് യുണീക്ലി ഐഡന്റിഫൈ ടേബിളാ, ഫോൺ നമ്പറും യുണീക്കാണ്. ഇത് രണ്ടും യുണീക്ക് അല്ലേ? നെയിം റിപ്പീറ്റേഷൻ വരാം, അഡ്രസ് റിപ്പീറ്റേഷൻ വരാം, പക്ഷെ സ്റ്റുഡന്റ് നമ്പറും ഫോൺ നമ്പറും യുണീക്ക് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോ രണ്ടിനെ നമുക്ക് സൂപ്പർ കീ ആയിട്ട് എടുക്കാൻ പറ്റില്ല. രണ്ടും പ്രൈമറി കീ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് പ്രൈമറി കീ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ സാധാരണ നമ്മൾ ഫസ്റ്റ് വരുന്ന കോളം ഐ ഡി സാധാരണ എടുക്കാറുണ്ട്, എംപ്ലോയി ഐ ഡി, സ്റ്റുഡന്റ് ഐ ഡി ഒക്കെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് എടുക്കും. അപ്പൊ ഇവിടെ പ്രൈമറി കീ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ഐ ഡി ആണ്. സ്റ്റുഡന്റ് ഐ ഡിയെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് എടുത്തു. അപ്പോ വേറൊരാൾ കൂടെ ആ ടേബിളിനകത്തുണ്ട്, യുണീക്ക് ആയിട്ടുള്ള ഒരാൾ കൂടെ ആ ടേബിളിലുണ്ട്. ആരാ? ഫോൺ നമ്പർ. അപ്പൊ ഇത് രണ്ട് കാണാം, കോമ്പിനേഷൻ ഓഫ് സ്റ്റുഡന്റ് നമ്പറും ഫോൺ നമ്പറും എന്താണ്? സൂപ്പർ കീ ആണ്. സൂപ്പർ കീ. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് സ്റ്റുഡന്റ് നമ്പർ ആൻഡ് ഫോൺ നമ്പർ. ക്ലിയർ ആയില്ലേ? ക്ലിയർ അല്ലേ? സൂപ്പർ കീ ക്ലിയർ അല്ലേ? സെന്റൻസ് ഒക്കെ നല്ല രീതിയിൽ പഠിക്കുക. ഈ സെന്റൻസ് ഒക്കെ നന്ന രീതിയിൽ വായിച്ച് പഠിക്കുക. ഇറ്റ് സപ്പോർട്ട് നൾ വാല്യൂസ് ഇൻ റോസ്. നൾ വാല്യൂ സപ്പോർട്ട് ചെയ്യും സൂപ്പർ കീ. വേറെ ഒന്ന് രണ്ട് കീസ് ഒക്കെ സപ്പോർട്ട് ചെയ്യില്ല. അതൊക്കെ അതിന്ന് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഇത് ചിലപ്പോൾ ടേബിൾ ആയിട്ടോ നല്ല പി സിയിൽ വരിക, ഇത് സെന്റൻസ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഫോളോയിങ് ആട്രിബ്യൂട്ട്സ് സ്റ്റുഡന്റ് നമ്പർ, എസ് നെയിം, അഡ്രസ്, ഫോൺ നമ്പർ. ഹിയർ സ്റ്റുഡന്റ് ഐ ഡി ഇസ് എ പ്രൈമറി കീ, ഫോൺ നമ്പർ ഈസ് എ കാൻഡിഡേറ്റ് കീ എന്ന് പറയാം. അപ്പൊ ഇതിൽ ഏതാണ് സൂപ്പർ കീ എന്ന് ചോദിക്കും. സൂപ്പർ കീ ചോദിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ കോമ്പിനേഷൻ വേണം ആൻസർ ചെയ്യാൻ. അതായത് സ്റ്റുഡന്റ് നമ്പർ, ഫോൺ നമ്പർ എന്താണ്? സൂപ്പർ കീ. ക്ലിയർ അല്ലേ? അടുത്ത കീയിലേക്ക് പോവാം. ഓക്കെ, ദെൻ കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീ എന്ന് പറയുമ്പോൾ ആ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന വേർഡ് ഓർക്കുക. ഓപ്ഷനിൽ സാധാരണ ചോദിക്കുന്ന വേർഡാണ് മിനിമൽ സൂപ്പർ കീ. ഒന്ന് കാൻഡിഡേറ്റ് കീയുടെ ഡെഫിനേഷൻ ആണ് മിനിമൽ സൂപ്പർ കീ, സബ്സെറ്റ് ഓഫ് സൂപ്പർ കീ. മിനിമൽ സൂപ്പർ കീ ആൻഡ് സബ്സെറ്റ് ഓഫ് സൂപ്പർ കീ. അത് കറക്റ്റ് ഓർക്ക് എന്താണെന്ന് അത് പറഞ്ഞുതരാം. ഇനി ആ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. കാൻഡിഡേറ്റ് കീ two or more
പ്രൈമറി കീ, 2 or more പ്രൈമറി കീ നമ്മൾ കാൻഡിഡേറ്റ് കീ എന്നാണ് പറയാം. അപ്പൊ ഇവിടെ നോക്കിയേ, ദ മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് ക്യാൻ ബി യുണീക്ലി ഐഡന്റിഫൈ ദ ട്യൂപ്പിൾ ഈസ് നോൺ ആസ് കാൻഡിഡേറ്റ് കീ. ഒരു എക്സാമ്പിൾ താഴെ ഉണ്ട്. ഈ സ്റ്റുഡന്റ് നമ്പർ ഇൻ എ സ്റ്റുഡന്റ് റിലേഷൻ, അതായത് സ്റ്റുഡന്റ് നമ്പർ പ്രൈമറി കീ ആണ്, അപ്പൊ ഇത് കാൻഡിഡേറ്റ് കീയുമാണ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് നോക്കി. എ കാൻഡിഡേറ്റ് കീ ഈസ് ദ മിനിമൽ സൂപ്പർ കീ subset of super key, meaning it can be uniquely identify record but contain no extra attributes. ഇതെല്ലാം ഓപ്ഷൻ അകത്ത് വന്നിട്ടുള്ള സെന്റൻസാ. ചോദിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓപ്ഷനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിനിമൽ സൂപ്പർ കീ ഇസ് എ കാൻഡിഡേറ്റ് കീ, സബ്സെറ്റ് ഓഫ് സൂപ്പർ കീ ഇസ് എ കാൻഡിഡേറ്റ് കീ. മീനിങ് എന്ന് പറയുന്നത് നോക്കി, ഇറ്റ് ക്യാൻ ബി യുണീക്ലി ഐഡന്റിഫൈ എ റോ, അതായത് റെക്കോർഡാണ്. ഇതിൽ റോയും റെക്കോർഡും കൂടെ മാറിപ്പോരുത് കേട്ടോ. റെക്കോർഡ് എന്ന് പറയുന്നത് ഇവിടെ ഇമേജ് നോക്കി, ഇത് ഫുൾ റെക്കോർഡാണ്. അതായത് കണ്ടോ, ഇത് റെക്കോർഡ് 1, റെക്കോർഡ് 2, റെക്കോർഡ് 3. അതായത് റോയ റെക്കോർഡ് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഇതിനെ ലാബിലൊക്കെ കോളേജിലൊക്കെ ഇതിനെ ലാബിലൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് 1 റെക്കോർഡ് കൊറി ഓക്കെ, 1 റെക്കോർഡ് ഇൻസേർട്ടഡ്, കൊറി ഓക്കെ, 2 റെക്കോർഡ് ഇൻസേർട്ടഡ്. അങ്ങനെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് വരിക. അതായത് റെക്കോർഡ് എന്നാണ് ഇതിനെ പറയാം കേട്ടോ, റെക്കോർഡ് എന്നാ പറയാം. അപ്പൊ ഇതിനകത്ത് ഈ അതിന്റെ മീനിങ്, ഇറ്റ് ക്യാൻ ബി യുണീക്ലി ഐഡന്റിഫൈ റെക്കോർഡ് ബട്ട് കണ്ടെയ്ൻ നോ എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ്. കണ്ടോ, നോ എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ് ഇല്ല. ഓക്കെ, മിനിമൽ സൂപ്പർ കീ, സബ്സെറ്റ് ഓഫ് സൂപ്പർ കീ, സൂപ്പർ കീയുടെ സബ്സെറ്റ്. ഇനി ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇറ്റ് ഇസ് എ സൂപ്പർ കീ വിത്ത് നോ റിപ്പീറ്റഡ് ഡാറ്റ. കണ്ടോ, ഈ വേർഡ് എല്ലാം ഓർക്കുക, ഓപ്ഷനകത്ത് ഉണ്ടാവും. നോ റിപ്പീറ്റഡ് ഡാറ്റ. ഇറ്റ് ഇസ് എ സൂപ്പർ കീ ആണ് വിത്ത് നോ റിപ്പീറ്റഡ് ഡാറ്റ. നോ റിപ്പീറ്റഡ് ഡാറ്റ. നമുക്ക് ഈ പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ ഒക്കെ സൂപ്പർ കീയിലാണ് വരിക. കാരണം നമ്മൾ ആ ഡയഗ്രാം വരച്ചിൽ ഓർമ്മയുണ്ടല്ലോ, ഇതിനകത്തുള്ളതെല്ലാം എന്താണ്, സൂപ്പർ കീ. ഇതിനകത്ത് ഒരു റൗണ്ടിനകത്ത് ഇതിനകത്തുള്ളത് ഏതാ, 1, 2, 2 or more ഒക്കെ എന്താ പറയുക, കാൻഡിഡേറ്റ് കീ. അതിനകത്തുള്ള ഒരാളായിരിക്കും പ്രൈമറി കീ. അപ്പൊ ഇത് മൂന്നും, പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ എല്ലാം ചേർന്നാണ് സൂപ്പർ കീ. അപ്പൊ സൂപ്പർ കീ വിത്ത് നോ റിപ്പീറ്റഡ് ഡാറ്റ കോൾഡ് കാൻഡിഡേറ്റ് കീ. നെക്സ്റ്റ് ഓക്കെ, മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ദാറ്റ് ക്യാൻ ബി യൂണിക്കലി ഐഡന്റിഫൈ എ റെക്കോർഡ്. മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്, മിനിമൽ സെറ്റ് ആണ് കേട്ടോ. മിനിമൽ സെറ്റ് നമുക്ക് അതിനകത്ത് നമ്മൾ 2-3 സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മിനിമം സെറ്റ് ആണ് നമ്മൾ നോക്കുക, ഏറ്റവും ചെറുതായിട്ടുള്ള സെറ്റ്. അതായത് നമ്മളിപ്പോ ഇവിടെ കണ്ടോ, ഈ എക്സാമ്പിൾ ഒക്കെ, ഈ എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ട് ഞാൻ അതിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് 2 ടേബിൾ ഉണ്ട്. ഓക്കെ, ഫോർ ദ സ്റ്റുഡന്റ് ടേബിൾ ബിലോ, ഇതിനകത്ത് സ്റ്റുഡന്റ് നമ്പർ ഇസ് എ കാൻഡിഡേറ്റ് കീ, യൂണിക്കലി ഐഡന്റിഫൈ ചെയ്ത റെക്കോർഡാണ് ആണല്ലോ. സ്റ്റുഡന്റ് നമ്പർ കാൻഡിഡേറ്റ് കീയാ അല്ലെങ്കിൽ പ്രൈമറി കീയാ, പ്രൈമറി കീ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീ. സ്റ്റുഡന്റ് നമ്പർ, എസ് നെയിം, അഡ്രസ്, ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ടേബിൾ സ്റ്റുഡന്റ് കോഴ്സ് ആണ്. ഇതിൽ നോക്കിയേ, സ്റ്റുഡന്റ് ഐ ഡി, സ്റ്റുഡന്റ് നമ്പർ, ടീച്ചർ നമ്പർ, കോഴ്സ് നമ്പർ. ഇത് നമ്മൾ നോക്കുമ്പോ ഈ സ്റ്റുഡന്റ് നമ്പറും കോഴ്സ് നമ്പറും കാൻഡിഡേറ്റ് കീ ഫോർ ദ സ്റ്റുഡന്റ് കോഴ്സ്. കണ്ടോ, സ്റ്റുഡന്റ് നമ്പറും കോഴ്സ് നമ്പറും രണ്ടും എടുത്ത് കണക്ട് ചെയ്തേ. സ്റ്റുഡന്റ് നമ്പറും കോഴ്സ് നമ്പറും കാൻഡിഡേറ്റ് കീയാ. അതായത് ഇതിനകത്ത് നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഡീറ്റെയിൽ ആണ് പറയുകയാണെങ്കിൽ ഈ സ്റ്റുഡന്റ് ഐ ഡി ഈ ഒരു ടേബിൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ഐ ഡി, ഫോൺ നമ്പർ നമുക്ക് പറയാം. അതുപോലെ ഈ ഒരു ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫോൺ നമ്പർ പറഞ്ഞിട്ട് കോഴ്സ് ഐ ഡിയും കൊടുക്കാം. കോഴ്സ് ഐ ഡി അവിടെ 3 എണ്ണമായി. മിനിമൽ സെറ്റ് എന്ന് പറഞ്ഞു കേട്ടോ, മിനിമൽ സെറ്റ് എന്ന് പറഞ്ഞു. ഇവിടെ 3 എണ്ണം വന്നു. ഇനി രണ്ടാമത്തത് ഒരെണ്ണം നമുക്ക് എടുക്കാൻ പറ്റില്ല. സ്റ്റുഡന്റ് ഐ ഡി കൊടുക്കാം, പിന്നെ ഫോൺ നമ്പറും കൊടുക്കാം, ഫോൺ നമ്പർ. അപ്പൊ 2 പ്രൈമറി കീ ചേർന്നത് ഇതൊരു സി കെ ആണ്, കാൻഡിഡേറ്റ് കീ. ഇതും സി കെ ആണ് നമുക്ക് പറയാം, സി കെ ആണ്. കോഴ്സ് നമ്പർ റിപ്പീറ്റേഷൻ വരില്ലല്ലോ. അപ്പൊ ഇതിൽ ഏറ്റവും മിനിമം നോക്കിയേ. ഇനി ഇതിൽ ഒരെണ്ണം കൂടെ ഉണ്ട്, സ്റ്റുഡന്റ് ഐ ഡിയും കൊടുക്കാം, കോഴ്സ് നമ്പറും കൊടുക്കാം, കോഴ്സ് നമ്പറും കൊടുക്കാം, സി കെ കോഴ്സ് നമ്പർ കൊടുക്കാം. അപ്പൊ ഇത് തമ്മിൽ എടുക്കുമ്പോ ഇതിലെ മിനിമൽ സെറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. കാരണം ഇത് വരില്ല, കാരണം അത് ആ ടേബിളിനകത്ത് ഇല്ല. കണ്ടോ, സ്റ്റുഡന്റ് നമ്പർ, ടീച്ചർ നമ്പർ, കോഴ്സ് നമ്പറേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഈ രണ്ടാമത്തെ ഓപ്ഷൻ വരില്ല, ഫോൺ നമ്പർ ഇവിടെ ഇല്ല, മറ്റേ ടേബിളിലേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും കണക്ഷൻ വരുന്നത് ആരാണ്, കോഴ്സ് നമ്പറാണ്. അപ്പൊ അതിൽ മിനിമം എടുക്കുമ്പോൾ സ്റ്റുഡന്റ് ഐ ഡിയും കോഴ്സ് നമ്പറും കാൻഡിഡേറ്റ് കീ ആണ്. ഓക്കെ, ക്ലിയർ, കാൻഡിഡേറ്റ് കീ. ഇനി അതിന്റെ ആ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിയേ. അടുത്ത പോയിന്റ്, മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ക്യാൻ ബി യുണീക്ലി ഐഡന്റിഫൈ യുവർ റെക്കോർഡ്. അടുത്ത നോക്കിയേ,
എ കാൻഡിഡേറ്റ് കീ മസ്റ്റ് കണ്ടെയ്ൻ യുണീക്ക് വാല്യൂ. കണ്ടോ, മസ്റ്റ് കണ്ടെയ്ൻ യുണീക്ക് വാല്യൂസ്, എൻഷുർ ദാറ്റ് നോ ടു റോസ് ഹാവ് ദ സെയിം വാല്യൂ ഇൻ ദ കാൻഡിഡേറ്റ് കീ കോളംസ്. അതായത് സെയിം വാല്യൂ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഇതിനകത്ത് ഇവിടെ നോക്കി, ഈ സ്റ്റുഡന്റ് നമ്പറും ഫോൺ നമ്പർ എടുക്കുകയാണ്. ഫോൺ നമ്പർ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നോക്കി 1 2 3 ഇവിടെ റിപ്പീറ്റേഷൻ ഇല്ല, ഇവിടെ റിപ്പീറ്റേഷൻ ഇല്ല, ഓക്കെയാണ്. ഇനി രണ്ടാമത്തത് ഈ സ്റ്റുഡന്റ് നമ്പറും അഡ്രസ് കൊടുത്തേ, ഡൽഹി കൊൽക്കത്ത, ഡൽഹി റിപ്പീറ്റേഷൻ ഉണ്ട്, ഒരു ഡൽഹി റിപ്പീറ്റേഷൻ ഉണ്ട്, അപ്പൊ അത് വരില്ല, മനസ്സിലായത് വരില്ല. ഇനി ഇവിടെ നോക്കിയേ സ്റ്റുഡന്റ് നമ്പറും, അതായത് ഈ ടേബിൾ സ്റ്റുഡന്റ് നമ്പർ 1ഉം 2 എടുത്തു കഴിഞ്ഞാൽ കോഴ്സ് നമ്പറും റിപ്പീറ്റേഷൻ ഇല്ല. കാരണം ഈ ഒരു കാര്യങ്ങൾ അവിടെ കൺസിഡർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിന്റെ ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാൻഡിഡേറ്റ് കീ മസ്റ്റ് കണ്ടെയ്ൻ യുണീക്ക് വാല്യൂ, എൻഷുർ ദാറ്റ് നോ ടു റോസ് ഹാവ് ദ സെയിം വാല്യൂ ഇൻ ദ കാൻഡിഡേറ്റ് കീ കോളം. ആ കോളത്തിനകത്ത് സെയിം വാല്യൂ പാടില്ല. ഇനി അടുത്തത്, എവരി ടേബിൾ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് എ സിംഗിൾ കാൻഡിഡേറ്റ് കീ. എവരി ടേബിൾ ഈ പോയിന്റ്സ് ഒക്കെ ചോദിക്കാറുണ്ട്, വരാറുണ്ട്. എവരി ടേബിൾ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് സിംഗിൾ കാൻഡിഡേറ്റ് കീ. ഒരു ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു കാൻഡിഡേറ്റ് കീ എങ്കിലും ഉണ്ടായിരിക്കണം. നമുക്ക് കാൻഡിഡേറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരു ടേബിൾ എടുത്തു കഴിഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള ഒരുപാട്, ഇപ്പൊ സ്റ്റുഡന്റ് ടേബിൾ എടുത്ത്, സ്റ്റുഡന്റ് ടേബിളിനകത്ത് സ്റ്റുഡന്റ് ഐ ഡി യുണീക്ക് ആണ്. അപ്പോൾ ആധാർ കൂടെ ഒക്കെ ആണെങ്കിൽ അത് യുണീക്ക് ആയില്ലേ, അപ്പൊ അത് കാൻഡിഡേറ്റ് കീ ആയിട്ട് പറയാം. അല്ലെങ്കിൽ എന്തുണ്ട്, ഫോൺ നമ്പറും യുണീക്ക് ആണ്, അപ്പൊ അത് കാൻഡിഡേറ്റ് കീ പറയും. ഏത് ടേബിൾ എടുത്താലും ഒരാൾ എന്തുണ്ട് കാൻഡിഡേറ്റ് കീ ആയിട്ട് വരാറുണ്ട്. കാൻഡിഡേറ്റ് കീയും പിന്നെ എന്തുണ്ട് സൂപ്പർ കീയും പിന്നെ പ്രൈമറി കീയും ഒരു ടേബിളിനകത്ത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കി, എ ടേബിൾ ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ് കീ ബട്ട് ഓൺലി വൺ പ്രൈമറി കീ. ഇതെല്ലാം കറക്റ്റ് ഡെഫിനിഷനാ കണ്ടോ. ഇപ്പൊ പറഞ്ഞ പോയിന്റ്, എ ടേബിൾ ക്യാൻ മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ് കീ. കാരണം ഒരു ടേബിൾ ഇപ്പൊ എംപ്ലോയി എടുത്തു, എംപ്ലോയി ഐ ഡി ഒരൊറ്റ പ്രൈമറി കീ ഒരു ടേബിളിനകത്ത് കാണും അല്ലെ. നമ്മൾ ടേബിൾ എടുത്ത് ഒരാളെ പ്രൈമറി കീ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എംപ്ലോയി ടേബിൾ എടുത്തു കഴിഞ്ഞാൽ എംപ്ലോയി ഐ ഡി പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ ഐ ഡി അതിപ്പോ ഒരു പ്രൈമറി കീ ആണ്, പക്ഷെ നമ്മൾ അതിനെ കാൻഡിഡേറ്റ് കീ ആയിട്ടേ പറയാറുള്ളൂ. അപ്പൊ ഒരു കാൻഡിഡേറ്റ് കീ ആയില്ലേ. മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നുള്ളത് കൊണ്ടാ പറഞ്ഞ. ഒരു കാൻഡിഡേറ്റ് കീ എന്തായി, എംപ്ലോയി കോഡായി. ഇനി എംപ്ലോയി ഫോൺ നമ്പർ മറ്റൊരു കാൻഡിഡേറ്റ് കീയാ, എംപ്ലോയി ആധാർ മറ്റൊരു കാൻഡിഡേറ്റ് കീയാ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രൈമറി കീ ആ ഒരു ടേബിളിൽ വരും, ഒരു പ്രൈമറി കീ വരാവും, ഒന്നേ ഉള്ളൂ. പക്ഷെ മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ് കീ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ് കീ. ഓക്കെ, ക്ലിയർ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. കാരണം കീന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ചോദിക്കുക. ഡെഫിനിഷൻ ഒക്കെ നമുക്ക് എല്ലാ കീസും 6 കീസ് ഒക്കെ നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് കീ പഠിച്ചത് മറന്നു പോകും, സൂപ്പർ കീ എന്താണെന്ന് മറന്നു പോകും. അതിന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കോൺസെപ്റ്റ് വെച്ച് എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് കീ